തിരുവോണ നാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. 10,000-ഓളം പേർക്കുള്ള തിരുവോണ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. രാവിലെ 7-ന് മേളത്തോടെ കാഴ്ചശീവേലി നടന്നു. കൃത്യം 9 മണിക്കാണ് സദ്യ ആരംഭിച്ചത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്ന താൽക്കാലിക പന്തലിലുമാണ് സദ്യ നൽകിയത്. ഉത്രാട നാളിൽ കണ്ണിന് തിരുമുൽക്കാഴ്ചയായി ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴം പ്രഥമൻ, കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് വിഭവങ്ങൾ. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെയാണ് ഇന്നത്തെ ഉച്ചപൂജ. ഉച്ചതിരിഞ്ഞും രാത്രിയിലും കാഴ്ചശീവേലി ഉണ്ടാകും. രാത്രി 9ഓടെ ക്ഷേത്രത്തിൽ തിരുവോണ വിളക്ക് തെളിയും.